ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന പല കുട്ടികളും ചോദിക്കാറുള്ള ചോദ്യമാണ് ഹെൽത്ത് കെയർ മേഖലയിൽ അവർക്ക് എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളതെന്ന്. എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ തരത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. 1 ഇയർ പ്രോഗ്രാമാണ്. മാത്രമല്ല ആഗോളതലത്തിൽ അവർക്ക് ജോലി സാധ്യതകളുണ്ട്. അതിനൊപ്പം തന്നെ സാലറി വൈസ് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഒരു നേഴ്സിന്റെ ആവറേജ് സാലറി എടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും 16,000 തൊട്ട് 25,000 വരെയാണ് ഇന്ത്യയിൽ ആവറേജ് നേഴ്സിന്റെ ഒരു സാലറി ആയിട്ട് കാണിക്കുന്നത്. അതേസമയം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി മാറുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിയുന്ന ഒരാൾക്ക് അവരുടെ സാധ്യത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിസ്റ്റ് എന്ന പദവി മുതൽ ഏറ്റവും അങ്ങേയറ്റം CEO പൊസിഷനിൽ എത്താനായിട്ടുള്ള സാധ്യത അവരുടെ മുന്നിലുണ്ട്. അവരുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് അത്തരം പോസ്റ്റുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ആ എത്തിച്ചേരുന്ന മുറയ്ക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു നേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞ ആളുകൾ നേടുന്ന ശമ്പളം അല്ല ഡെഫിനറ്റ് ആയിട്ട് ഒരു CEO അല്ലെങ്കിൽ ഒരു സീനിയർ മാനേജർ നേടുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ജോലി സാധ്യത നിങ്ങളുടെ മുന്നിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്.